കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ചാടിപ്പോയ പെരിന്തൽമണ്ണ ദൃശ്യാക്കൊലക്കേസ് പ്രതിയെ കോഴിക്കോടെത്തിച്ചു. മുംബൈയിൽ വ്യാജ പേരിൽ മത്സ്യബന്ധന തൊഴിലാളിയായി കഴിയുകയായിരുന്ന പ്രതി വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ചിരുന്നതായി അന്വേഷണ സംഘം സ്ഥിരീകരിക്കുകയാണ്. CCTV ദൃശ്യങ്ങളോ മൊബൈൽ ലൊക്കേഷനോ തെളിവായി ലഭിക്കാതിരുന്ന കേരള പോലീസ് ഒടുവിൽ മഹാരാഷ്ട്രയിൽ ആഴ്ചകളോളം തങ്ങിയാണ് വിനീഷിനെ അറസ്റ്റ് ചെയ്തത്. ചെയ്ത കുറ്റത്തിൽ ഒരണുപോലും പശ്ചാത്താപമില്ലാത്ത കൊടും കുറ്റവാളി. 3.5 മാസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം ആ കൊലപാതകി ഇന്നലെ മുംബൈയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ വിചാരണ തടവുകാരനായി കഴിയുകയായിരുന്നു പെരിന്തൽമണ്ണ ദൃശ്യക്കൊലക്കേസ് പ്രതി മഞ്ചേരി സ്വദേശി വിനീഷ്. ജയിൽ ചാടാൻ സാധ്യതയുള്ളതിനാൽ സുരക്ഷ ശക്തമാക്കിയ ബ്ലോക്കിലായിരുന്നു വിനീഷിനെ പാർപ്പിച്ചിരുന്നത്. അവിടെ നിന്നും രക്ഷപ്പെടുക അസാധ്യമെന്ന് മനസ്സിലാക്കിയ വിനീഷ് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറിയാൽ രക്ഷപ്പെടാനുള്ള വഴികൾ എളുപ്പമാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു. പല കാരണങ്ങൾ പറഞ്ഞ് ആശുപത്രിയിലേക്ക് പോകണമെന്ന് വാശി പിടിച്ചു. നടക്കാതെ വന്നപ്പോൾ മാനസികാസ്വസ്ഥത അഭിനയിച്ചു. ഇതോടെ കോടതി ഇടപെട്ട് കഴിഞ്ഞ വർഷം ഡിസംബർ 2-ാം വാരത്തിൽ കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. ആശുപത്രിയിൽ നിന്ന് അതിവിദഗ്ധമായി ഒരു കമ്പിയുടെ കഷ്ണം വിനീഷ് കൈക്കലാക്കി. അത് പിന്നീട് ആരും അറിയാതെ സെല്ലിലേക്ക് കടത്തി. ദിവസങ്ങളോളം ഈ കമ്പി ഉപയോഗിച്ചാണ് ശുചിമുറിയുടെ ചുമര് തുരന്ന വിനീഷ് രക്ഷപ്പെട്ടത്. സെല്ലിലേക്ക് ആശുപത്രി ജീവനക്കാർ വരുമ്പോഴൊക്കെയും അസഭ്യം പറഞ്ഞ് അവരെ ഓടിക്കും. ആശുപത്രിയിൽ അക്രമ സ്വഭാവം കാണിച്ച് രക്ഷപ്പെടാനുള്ള ദൗത്യം ഇയാൾ തുടർന്നു. അങ്ങനെ കാത്തിരുന്ന സമയമെത്തിയപ്പോൾ ശുചിമുറി തുരന്ന് പുറത്തു ചാടി. വസ്ത്രം മാറി ഓട്ടോറിക്ഷയിൽ ഒരു ഭാവവ്യത്യാസവുമില്ലാതെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് മംഗലാപുരം ലക്ഷ്യമാക്കി നീങ്ങി. കർണാടകയിൽ നിന്നും പല സംസ്ഥാനങ്ങളിലൂടെ വിനീഷ് സഞ്ചരിച്ചു. മംഗലാപുരത്തു നിന്നും ഗോവയിലും ഗുജറാത്തിലും ഡൽഹിയിലും നാഗ്പൂരിലും എത്തി. വിവിധ സംസ്ഥാനങ്ങളിൽ ആക്രിപിറക്കിയും പല ജോലികളും ചെയ്ത് പോലീസിന്റെ കണ്ണിൽപ്പെടാതെ കഴിഞ്ഞു. കഴിഞ്ഞ 1 മാസക്കാലമായി മുംബൈ തുറമുഖത്ത് മത്സ്യത്തൊഴിലാളിയായി ചാർലി എന്ന വ്യാജ പേരിൽ ജോലി ചെയ്യുകയായിരുന്നു പ്രതി. നാഗ്പൂരിൽ നിന്ന് ലഭിച്ച ഒരു CCTV ദൃശ്യം അതാണ് പ്രതിയിലേക്ക് എത്തിച്ചേരാൻ അന്വേഷണ സംഘത്തിന് നിർണായക വഴിത്തിരിവായത്. കുതിരവട്ടത്തു നിന്നും ചാടിപ്പോയത് മുതൽ CCTV ക്യാമറകളിൽ പതിയാതെ പ്രതി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഇതോടെ വിനീഷിനെ കണ്ടെത്താനുള്ള പോലീസിന്റെ ശ്രമങ്ങൾ വിഫലമായി. മാത്രമല്ല, പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിച്ചതുമില്ല. ശാസ്ത്രീയ തെളിവുകൾ പ്രായോഗികമല്ലാത്തതിനാൽ പാരമ്പര്യ രീതിയിലായിരുന്നു അന്വേഷണം. സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ വഴിയിൽ കാണുന്നവരുടെ ഫോണുകൾ വാങ്ങി അതിൽ വാട്സപ്പ് മുഖാന്തരമാണ് വേണ്ടപ്പെട്ടവരുമായി വിനീഷ് ആശയവിനിമയം നടത്തിയിരുന്നത്. ഇയാൾ മഹാരാഷ്ട്രയിലുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നാസിക്, നാഗ്പൂർ, കല്യാൺ തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ നടത്തിയ തിരച്ചിലിൽ ലഭിച്ച സൂചനകൾ ഉപയോഗിച്ച് 40-ലധികം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ കല്യാണിൽ നിന്നും മറ്റൊരു CCTV ദൃശ്യം കൂടി ലഭിച്ചു. ആഴ്ചകളോളം പിന്നീട് അവിടെ താമസിച്ചായിരുന്നു പോലീസിന്റെ അന്വേഷണം. മുംബൈ റെയിൽവേ പോലീസിന്റെ സഹായത്തോടെയാണ് വിനീഷ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വലയിലായത്. ദൃശ്യയെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് പിതാവിന്റെ കച്ചവട സ്ഥാപനത്തിന് തീയിട്ട് ശ്രദ്ധ മാറ്റിയ ശേഷമാണ് പ്രതി കൊലപാതകം നടത്തിയത്. അത്രത്തോളം ബുദ്ധിപരമായിരുന്നു പ്രതിയുടെ ഓരോ നീക്കവും. ഏതെങ്കിലും വിധേന പണം സമ്പാദിച്ച് കള്ള പാസ്പോർട്ട് ഉണ്ടാക്കി രാജ്യം വിടാനായിരുന്നു പദ്ധതി. പക്ഷേ ആ നീക്കം അന്വേഷണ സംഘം അതിവിദഗ്ധമായി തകർത്തു. ഋഷിയുടെ കുടുംബത്തെ ഇല്ലാതാക്കുമെന്ന പലതവണയുള്ള വിനീഷിന്റെ ഭീഷണി കൂടി ഉള്ളതിനാൽ ചാടിപ്പോയെന്ന വാർത്ത കുടുംബത്തെ ഏറെ ആശങ്കയിലാഴ്ത്തി. ഇനിയും കുതിരവട്ടത്തേക്ക് മാറ്റുകയാണെങ്കിൽ ഒരിക്കൽ കൂടി രക്ഷപ്പെടാനുള്ള അവസരമുണ്ടാകുമോ എന്നാണ് ഋഷിയുടെ കുടുംബം സംശയിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം കോഴിക്കോട്ടേക്ക് എത്തിച്ച വിനീഷിന്റെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. കുതിരവട്ടം മാനസികാരോഗ്യ
കേന്ദ്രത്തിൽ നിന്ന് രണ്ടാം തവണയാണ് വിനീഷ് രക്ഷപ്പെടുന്നത്. കേസിൽ അറസ്റ്റിലായതിനു ശേഷം 4ാം തവണയും. ഈ കൊടും കുറ്റവാളിയുടെ തുടരെയുള്ള രക്ഷപ്പെടലിനു പിന്നിൽ സുരക്ഷാ വീഴ്ച കൂടിയുണ്ട്. അത് പരിശോധിക്കണം. അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.